ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ യൂണിറ്റ് 2 പഠിക്കും. യൂണിറ്റ് 6ഉം 6ഉം 7ഉം. ഒന്ന് ഗവൺമെന്റിനെ പറ്റി, ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗവൺമെന്റിനെ പറ്റിയാണ് യൂണിറ്റ് 6ൽ പരാമർശിക്കുന്നത്. യൂണിറ്റ് 7ൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചു വരുമ്പോൾ ഫെഡറൽ ആൻഡ് യൂണിറ്ററി സിസ്റ്റം എന്നുള്ളതാണ് ഈ തുടക്കത്തിൽ വരുന്നത്. ഇതില് നമ്മൾ ഗവൺമെന്റിന്റെ പ്രോസസ്സാണ് പഠിച്ചു വരിക. കാലഘട്ടങ്ങളിൽ മുഴുവനും മൊണാർക്കിയായിരുന്നു. അപ്പൊ മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജവംശത്തിന്റെ ഗവൺമെന്റ്, അവര് രാജാവ് ഭരിക്കുന്നു, രാജാവിന്റെ മകൻ അടുത്ത രാജാവാകും, അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ലേറ്റർ ഓൺ, അതായത് പല വർഷങ്ങൾക്ക് ശേഷം അതിന്റെ വ്യത്യാസങ്ങൾ മാറി. അതിന്റെ വ്യത്യാസം എങ്ങനെ മാറുന്ന വെച്ചാൽ, യൂറോപ്പില് നമ്മൾ കണ്ടിട്ടുള്ളത് ആബ്സല്യൂട്ട് മൊണാർക്കിയാണ്. കംപ്ലീറ്റ് ആയിട്ട് മൊണാർക്കിന്റെ ഇഷ്ടവും അനിഷ്ടത്തിലാണ് ഗവൺമെന്റ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കാലക്രമേണ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു 18th സെഞ്ചുറിയിൽ. അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുമ്പോൾ മുഴുവൻ മെക്കനൈസേഷൻ ആണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കാണുന്നത് അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ 18ാം നൂറ്റാണ്ടിന്റെ പാതി ഭാഗത്ത്, ഹാഫ് ഭാഗത്ത്, അതായത് ടുവേഴ്സ് ദ 19th സെഞ്ചുറിയുടെ തുടക്കത്തിന് മുമ്പ്, 18ാം സെഞ്ചുറിന്റെ പകുതിയിൽ നിന്ന്. അപ്പൊ അവിടെയാണ് ഈ ഇൻഡസ്ട്രിയൽ ഫാക്ടറീസ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ 18ാം നൂറ്റാണ്ടിൽ നടന്ന റവല്യൂഷൻ, വിപ്ലവങ്ങൾ, അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും ഈ മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ്, അതായത് രാജഭരണത്തിനും അതേമാതിരി രാജഭരണത്തിന് ഒരു തകർച്ച ഉണ്ടാവുകയും അതിന്റെ കൂടെ അതിനുശേഷം റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ആയിട്ടും ജനാധിപത്യ ഗവൺമെന്റ് ആയിട്ടും മാറി വരികയാണ്. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഒരു പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അതോറിറ്റേറിയൻ പല അതോറിറ്റീസിലും അതേമാതിരി ഡീസെൻട്രലൈസേഷൻ വരുന്നുണ്ട്. സെൻട്രൽ പവറിൽ നിന്നും വിഭജിച്ച പവർ അല്ലെങ്കിൽ അധികാരങ്ങൾ മേജറായിട്ട് നമ്മൾ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തില് 2 മേജർ പവർ ഉണ്ട്. അതായത് ഭരണം ചെയ്യാനുള്ള സാഹചര്യവും അതേമാതിരി ഭരണത്തിന് ചെയ്യാനുള്ള പവർ, അതിനെയാണ് നമ്മൾ 2ആയിട്ട് വിഭജിക്കുന്നത്. ഒന്ന് യൂണിറ്ററി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗവൺമെന്റേ വരുള്ളൂ, ഒറ്റ ഗവൺമെന്റ് ആണ് ഹോൾ സിസ്റ്റത്തിലെ ഹോൾ കൺട്രീനെ എഫക്ട് ചെയ്യുന്നത്. ഫെഡറൽ എന്ന് പറയുമ്പോഴത്തേക്കും തലസ്ഥാനത്ത് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒന്നും, അതേമാതിരി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ താഴെ അവരുടെ ഡിസ്ട്രിക്ട് ലെവൽ, അതായത് പിരമിഡ് ഷേപ്പിൽ വരും ഫെഡറലില്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഡിവിഷൻ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ അധികാരം, പവർ എന്ന് പറഞ്ഞാൽ അധികാരം, അത് കുറച്ച് സ്റ്റേറ്റിന് കൊടുക്കും, കുറച്ച് അവർ സെൻട്രലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. യൂണിറ്ററിക്കും ഫെഡറലും വരുന്ന ഏറ്റവും വലിയ വ്യത്യാസം ഏത് വിധത്തിലാണ് അവർ അധികാരം ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അധികാരത്തിന് ബൗണ്ടറി വെക്കുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റിന് ചെയ്യണം, ഇത് ഫെഡറൽ ഗവൺമെന്റ് ചെയ്യണം എന്നത് വിഭജിച്ച് അതിന് സിസ്റ്റമാറ്റിക് ആക്കുന്നതാണ് ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് നമ്മൾ ഫെഡറൽ ഗവൺമെന്റിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ഫെഡറൽ സിസ്റ്റത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഏരിയയിലേക്കാണ് ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ ഡിഫൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ ആർമികളൊക്കെ വരുന്നത് ഡിഫൻസ്. ഫോറിൻ പോളിസി, മറ്റ് രാജ്യങ്ങൾക്ക് നമ്മളുടെ രാജ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ, അത് ഫോറിൻ പോളിസി. കോമേഴ്സ്, ബിസിനസ്, കമ്മ്യൂണിക്കേഷൻസ്, ഇതിനൊക്കെ ഒരു ഫെഡറൽ പോളിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പരാമർശിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഫെഡറൽ സിസ്റ്റം, അതായത് ഡിവൈഡ് ചെയ്തിട്ടുള്ള സിസ്റ്റം വരുന്നത് അമേരിക്കയിലാണ്. 18ാം നൂറ്റാണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അതായത് അവരുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1975 മുതൽ 83 വരെയാണ്. അപ്പോൾ അവര് സ്വാതന്ത്ര്യം, അമേരിക്കൻ സിറ്റിസൺസ് അല്ല, ആക്ച്വലി അവര് ഇംഗ്ലണ്ടിൽ നിന്ന് പോയി പുതിയ കൺട്രിയായ അമേരിക്ക കണ്ടുപിടിച്ചപ്പോ അവിടെ താമസിച്ചിരുന്ന ബ്രിട്ടീഷ് സിറ്റിസൺസ് ആണ്. ലേറ്റർ ഓൺ ആണ് അവർ അമേരിക്കൻ വാർ. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ ടാക്സേഷൻ
അവിടെയും അവർ ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ താമസിച്ചിട്ടും ബ്രിട്ടീഷ് അവരെ ടാക്സേഷൻ ചെയ്തപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഒരു സ്ലോഗൻ ഉണ്ട്, നോ റെപ്രസെന്റേഷൻ വിത്തൗട്ട് ടാക്സേഷൻ എന്നുള്ള ലെവൽ. അപ്പൊ അങ്ങനെ ആ കോളനികളായിട്ടുള്ള ബ്രിട്ടീഷ് കോളനി ആയിട്ടുള്ള അമേരിക്കയിൽ സെറ്റിൽ ആയിട്ടുള്ള ബ്രിട്ടീഷ് കോളനികളാണ് ഈ 13 സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവർക്ക് ഫ്രീഡം കിട്ടിയ ശേഷം അവരതിനെ ഒരു കോൺഫെഡറേഷനാക്കി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ റെപ്രസെന്റേറ്റീവ്സിനും സ്റ്റേറ്റിലുള്ള ലെവലിലുള്ളവർ, അതായത് ഓരോ യൂണിയനിലുള്ളവർക്കും അവരുടേതായ ഒരു ഭരണഘടന വേണം എന്നുള്ളതാണ്. ഒരു ഫെഡറൽ ആയിട്ടുള്ള ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാണ് 1789. ഈ ഭരണഘടനയിൽ വഴി അവര് സ്പെസിഫൈ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഏതൊക്കെ പവേഴ്സ് ആയിരിക്കും സ്റ്റേറ്റിന് വരിക, റെസിഡ്യൂവൽ പവേഴ്സ്, സ്വന്തം സ്ഥലത്ത് വരുന്ന പവേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താണ്. അപ്പൊ ഈ ഭരണഘടന വ്യത്യാസത്തിനെ നമ്മൾ ഫെഡറൽ പൊളിറ്റിക്സ് എന്ന് വരുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ ഒരു ഫെഡറൽ ഗവൺമെന്റ് അവരുടേതായ ഇൻട്രസ്റ്റും അവരുടേതായ ഇഷ്ടങ്ങളും ഉണ്ടാവും, അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതായത് സെനറ്റ് എന്ന് പറയുന്നത് ഫെഡറൽ ലെജിസ്ലേച്ചർ ആണ്. അവിടെ എല്ലാ സ്റ്റേറ്റിനും ഈക്വൽ ആയിട്ടുള്ള ഒരേ മാതിരിയുള്ള റെപ്രസെന്റേഷൻ കൊടുക്കണം. അത് കാരണം അവരെ റെപ്രസെന്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുക. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഈ നമ്മളുടെ ഭരണഘടനയിൽ ഇതിന് അമെൻമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്നത് അമേരിക്കയുടെ പറ്റിയാണ്, അമെൻമെന്റ് ചെയ്യുന്ന എന്തെങ്കിലും അമെൻമെന്റ് എന്ന് വെച്ചാൽ വ്യത്യാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ 3/4 സ്റ്റേറ്റ്, 4/3 സ്റ്റേറ്റുകളും അവരുടെ പെർമിഷൻ കൊടുത്താൽ മാത്രമേ ഭരണഘടനയിൽ എന്തെങ്കിലും വ്യതിയാനം വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആ ഫെഡറൽ ഗവൺമെന്റിന്റെ സോവർണിറ്റി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതിന് സ്റ്റേറ്റ്സിൽ, ബാക്കി ചില സ്റ്റേറ്റ്സ്, സൗത്തിലുള്ള സ്റ്റേറ്റ്സിന് ഈ സോവർണിറ്റിയും അവരെ ക്വസ്റ്റ്യൻ ചെയ്ത്, അമേരിക്കൻ വാറിൽ നമ്മൾ കാണാൻ പറ്റും. അമേരിക്കൻ വാറിന് ശേഷം സിവിൽ വാർ വരുന്നുണ്ട്. അവിടെ സിവിൽ വാർ വരുന്നുണ്ട്. സ്ലേവറി, അതായത് സദേൺ സ്റ്റേറ്റിലാണ്, സൗത്ത് ഇന്ത്യൻ ഭാഗത്ത്, അതായത് അമേരിക്കയുടെ സൗത്തിലുള്ള ഭാഗങ്ങളിൽ ഒരുപാട് സ്ലേവറി ഉണ്ട്. സ്ലേവറി എന്ന് വെച്ചാൽ അവിടെ മുഴുവൻ പ്ലാന്റേഷൻ ആയിരുന്നു, റബ്ബർ പ്ലാന്റേഷൻ, ഷുഗർ പ്ലാന്റേഷൻ. അപ്പൊ ഈ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ദേ ആർ സ്ലേവ്സ്. അവരെയാണ് സ്ലേവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് കോളനി. അപ്പൊ ബ്രിട്ടീഷ് കോളനിയുടെ പഴയ വിധത്തിലുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവിടെയും കാണുന്നത്. അവർക്ക് വോട്ടിംഗ് അവകാശമില്ല, അവർക്ക് മാസ്റ്റർ പറയുന്ന ആ സ്ലേവറി സിസ്റ്റം, അതും കൂടുതലായിട്ട് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്ലേവ്സ് ആണ്, ബ്ലാക്ക് ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഈ പ്ലാന്റേഷനിൽ. അതുകൊണ്ടാണ് അങ്ങനെ അമെൻമെന്റ് ചെയ്യാൻ അവർക്ക് വോട്ടവകാശമില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല, സ്ലേവിന് വോട്ട് ചെയ്യാൻ പറ്റില്ല, സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്ന ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫെഡറൽ സിസ്റ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. ഫെഡറലായിട്ടുള്ള പല വിധത്തിലായിട്ടുള്ള അത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കാനഡയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. കാനഡയാണ് ഫെഡറൽ സിസ്റ്റം 1867 അഡോപ്റ്റ് ചെയ്യുന്നു. ഇതിൽ ബ്രിട്ടീഷ് കോളനികൾ, അതേമാതിരി ഓസ്ട്രേലിയയിലുള്ള ബ്രിട്ടീഷ് കോളനികള് ഫെഡറൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എടുക്കുന്നത് 1901. പിന്നെ സ്വിറ്റ്സർലൻഡില്, യൂറോപ്പിലെ സ്വിസ് കന്റോൺസ് എന്ന് പറയും അതവര് ഒരു ഫെഡറേഷൻ ആയിട്ട് മാറി. അതിനുശേഷം നമ്മൾ റഷ്യൻ റവല്യൂഷൻ, അതായത് ബോൾഷെവിക് റവല്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവം. ഇതിനുശേഷം സോവിയറ്റ് യൂണിയനും യുഗാസ്ലാവിയയും ഫെഡറൽ സിസ്റ്റം, ഫെഡറൽ ആയിട്ടുള്ള ഭരണഘടന ആക്സെപ്റ്റ് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവര് ഡീകോളനൈസേഷൻ ചെയ്ത് പുതിയതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്ന കൺട്രികൾ ഏതൊക്കെയാണ്, ഏഷ്യയിലും ആഫ്രിക്കയിലും ഈ ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് മാറി വരുമ്പോഴത്തേക്കും അവിടെയും ഇതേമാതിരി ഡൈവേഴ്സിറ്റി, പല വിധത്തിലുള്ള ഗവൺമെന്റിന് എടുക്കാണ്ട് ഫെഡറൽ സിസ്റ്റമാണ് എടുക്കുന്നത്. അതിൽ ഇന്ത്യ, പാകിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, കാമറോൺ, ഈ കൺട്രികളെല്ലാം ഫെഡറൽ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. ലാറ്റിൻ അമേരിക്കയിലും
അർജന്റീനയിലും ബ്രസീലിലും മെക്സിക്കോയിലും അതിനുശേഷം ഈ ഫെഡറേഷൻസ് തന്നെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ വരുന്നത് വെച്ചാല് പവറിന് യൂണിയൻ ഗവൺമെന്റ്, യൂണിയൻ എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്, അതിന് പിന്നെ വരുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രോവിൻസസ്. ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മുടെ ഇന്ത്യ ചരിത്രത്തില് ഈ ആക്ട് പ്രകാരം അവരൊരു പ്രിൻസിലി സ്റ്റേറ്റ്, അതായത് രാജകുടുംബങ്ങൾ, അതാണ് നമ്മുടെ കാശ്മീരിലുള്ള ഇഷ്യൂ, രാജകുടുംബങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്സ്, അതിനെയാണ് ഇവർ ഫെഡറേഷനിലേക്ക് കൊണ്ടുവരികയും അതിന് ഇവര് സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ അവരുടെ കൺട്രോളിൽ ഇരിക്കുന്നതാണ്. അപ്പൊ ഈ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ പാർഷ്യലായിട്ട് ചെയ്യണം. 1947 നമ്മുടെ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വന്നപ്പോൾ നമ്മളുടെ രാജ്യത്തിലുള്ള, ഇന്ത്യയിലെ രാജ്യത്തിലുള്ള കൾച്ചറൽ വ്യത്യാസം, അതായത് നോർത്ത് ഇന്ത്യൻ കൾച്ചർ, സൗത്ത് ഇന്ത്യൻ കൾച്ചർ, പിന്നെ പല വിധത്തിലെ എത്നിക് ഡൈവേഴ്സിറ്റി, അതേമാതിരി നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ആ കാലഘട്ടത്തിൽ ലിംഗ്വിസ്റ്റിക്സും എത്നിക് ബേസിസ് ആണ്. ലിംഗ്വിസ്റ്റിക്സ് എന്ന ഭാഷയുടെ വിഭജനം, ഭാഷയുടെ ബേസിസിൽ വിഭജനം. അങ്ങനെയാണ് നമ്മൾ ആ ഫെഡറൽ സിസ്റ്റം കൊണ്ടുവന്നത്. ഈ ഫെഡറൽ സിസ്റ്റം ഡിഗ്രി എത്രത്തോളം അധികാരം ഷെയർ ചെയ്യുന്നു, എങ്ങനെ ഷെയർ ചെയ്യുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് എത്രത്തോളം ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റ് എത്രത്തോളം ചെയ്യണം എന്നുള്ളതാണ് ഈ രണ്ടും കൂടെ സോവർണിറ്റി ഡെലിബറേറ്റ് ആയിട്ട് ഈ ഫെഡറലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഓട്ടോണമി ഉണ്ടെങ്കിൽ കൂടിയും ചിലതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ സിസ്റ്റം, ഈ ഫെഡറൽ സിസ്റ്റം അമേരിക്കയിലുണ്ട്. സെക്കൻഡ് ഫോം ഓഫ് എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നതും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യയെ ബേസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അഗ്രി ചെയ്തിട്ടുള്ളത് പാർട്ട്ലി ആയിട്ടുള്ള ഡിവിഷനാണ്. അതായത് സെന്റർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് മേജർ പവറൊക്കെ, മേജർ ആയിട്ടുള്ള അധികാരങ്ങൾ സെൻട്രൽ ഹോൾഡ് ചെയ്യും. അതേമാതിരി രണ്ടാമത് ബാക്കിയുള്ള അത്രയും മേജർ അല്ലാത്തതൊക്കെ അതാത് സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് യൂണിയൻ എന്ന് പറയുന്നു. ഇതിൽ തന്നെ സബ് നാഷണൽ യൂണിറ്റ്സ് ഉണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് സ്വയമേ ചെയ്യാം എന്നുള്ളതിനും ഒരു പരിധിയുണ്ട്. അതിന് മേലെ സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. അതാണ് ഈ നമ്മളുടെ ഫെഡറൽ ഫോമിന്റെ ഗവൺമെന്റിന്റെ അർത്ഥം. അത് കൂടാണ്ട് നമ്മൾ ഈ രണ്ട് ഷെയർ ഫെഡറലും അല്ലാണ്ട് നമ്മൾ പിന്നെ കൺകർ ലിസ്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലേറ്റർ ഓൺ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു യൂണിയൻ സ്റ്റേറ്റസ്, അതിന്റെ ലാർജ് ആയിട്ടുള്ള ജോഗ്രാഫിക്കൽ കാരണം കൊണ്ടാണ്. ഒരു ഗവൺമെന്റ് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കംപ്ലീറ്റ് അല്ല ഇത്രയും വലുതായ രാജ്യത്തിനെ, ഭാരതത്തിനെ ഭരിക്കാനോ അതേമാതിരി അവരുടെ ഭാഷയോ എത്നിക്കൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഈ ഡൈവേഴ്സിറ്റി വിഭജനത്തിൽ ഇത്രയും ജോഗ്രാഫിക്കലി വലുതായത് കൊണ്ടാണ് ഈ ഫെഡറൽ സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 1993 ഇതേമാതിരി തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബെൽജിയത്തിലും പല 3 വിധത്തിലുള്ള ലിംഗ്വിസ്റ്റിക് റീജിയൻസ് ഉണ്ട്. അപ്പൊ 3 വിധത്തിലുള്ള ലാംഗ്വേജ് സ്പീക്കിംഗ് റീജിയൻ ഉള്ളപ്പോൾ അവിടെയും അവര് ഇതേമാതിരി പരസ്പരം അടികൂടാണ്ടോ ഓട്ടോണമിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഫെഡറൽ സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്തത്. ഇനി ഫെഡറലിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, അമേരിക്ക അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യ ഷെയറിംഗ് പവേഴ്സിനെ പറ്റി നോക്കുമ്പോൾ വളരെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആദ്യമായിട്ട് ഫെഡറൽ ഫോംസിൽ കോമൺ ആയിട്ടുള്ളത്, അത് അമേരിക്കയിലായാലും ശരി ഇന്ത്യയിലായാലും ശരി, കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫെഡറലിസത്തിലെ കോമൺ ഫീച്ചേഴ്സ് എല്ലാ രാജ്യങ്ങൾക്കും കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്താണ്? ആദ്യത്തെ നമ്മൾ പറയുന്നത് ഡിവിഷൻ ഓഫ് പവർ ആണ്. ആ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുമ്പോൾ വിഭജനം, നമ്മളുടെ ഭരണഘടനീയ അധികാരത്തിന്റെ വിഭജനം. അതെങ്ങനെ വിഭജിക്കുന്നു എന്ന് വെച്ചാല് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യ, കാനഡ, ബെൽജിയം ഒക്കെ ഇതേമാതിരി റെസിഡ്യൂറി പവേഴ്സ് ആ സ്ഥലത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 ലിസ്റ്റ് ഉണ്ടാക്കും. ഒന്ന് യൂണിയൻ ലിസ്റ്റും
ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റും. മൂന്നാമതായിട്ട് വരുന്നത് കൺകറന്റ് ലിസ്റ്റാണ്. ഇതിൽ രണ്ടിൽ പെടാത്തതാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് വരിക. അതിനെപ്പറ്റി നമ്മൾ പിന്നെ സംസാരിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം ഈ ഫെഡറൽ സിസ്റ്റത്തിൽ വരുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടന എഴുതിപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനയാണ്. UK-ലൊന്നും ഭരണഘടന എഴുതിയതായിട്ടില്ല, ഇവിടെ എഴുതിയതാണ്. റിട്ടൺ ഫോമിലാണ് നമ്മളുടെ ഭരണഘടന ഉള്ളത്. ആ ഭരണഘടനയിൽ ക്ലിയർ ആയിട്ട് ഏതൊക്കെ പവേഴ്സ് ആണ് സെൻട്രൽ ഗവൺമെന്റിനുള്ളത്, ഏതൊക്കെ പവേഴ്സ് ആണ് ഫെഡറൽ ഗവൺമെന്റ് ഉള്ളതെന്ന് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ പവറും, അത് ലെജിസ്ലേറ്റീവ് പവർ ആയാലും ശരി, എക്സിക്യൂട്ടീവ് ആയാലും ശരി, ജുഡീഷ്യൽ ആയാലും ശരി, ഈ 3 മെയിൻ പവേഴ്സ് വന്നിട്ട് സെൻട്രലിൽ വരും. അതേമാതിരി സ്റ്റേറ്റിനും കൺട്രോളുണ്ട്. സബോർഡിനേഷൻ ആണെങ്കിലും അവർക്ക് കൺട്രോൾ ഉണ്ട്. ഇങ്ങനത്തെ പവറിന് ഗവൺമെന്റിന്റെ സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂഷനില്, ഫെഡറേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് സ്റ്റേറ്റിന് പെർമിറ്റഡ് എന്നുള്ളത് കൊടുത്തു പോവാണ്. അപ്പോൾ ഈ അമെൻമെന്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കുക, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും നമ്മളുടെ ഭരണഘടനയിൽ ഏതെങ്കിലും വ്യത്യാസം ഉണ്ടാക്കണമെങ്കിൽ ഫെഡറൽ പ്രൊവിഷനും ഫെഡറലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും അവരുടേതായിട്ടുള്ള സമ്മതത്തോടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ കോമൺ ആയിട്ട് വരുന്നത് ജുഡീഷ്യലാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വർക്കിനെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും നിയമപരമായിട്ടുള്ള ഫങ്ഷനിങ് എങ്ങനെയാ, ഈ ഇന്റർപ്രിട്ടേഷൻ, നമ്മളുടെ ഭരണഘടനയെ എങ്ങനെയാണ് ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ പറഞ്ഞ് പരാമർശിച്ചിട്ടുള്ളത് സുപ്രീം കോർട്ടാണ് ഏറ്റവും ഹയസ്റ്റ് അപ്പെക്സ് ഓഫ് ദ നിയമ കോടതിന്റെ ഏറ്റവും ഹയസ്റ്റ് സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടിന്റെ താഴെയാണ് ഹൈക്കോർട്ട്, അതിന്റെ താഴെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പല ഫങ്ഷണൽ കോർട്സ് വരും. അപ്പൊ ഇവിടെ ഈ സുപ്രീം കോർട്ടാണ് ഏതിനെ പറ്റിയാണ് അവര് പരാമർശിക്കുന്നതെന്ന് വെച്ചാൽ തർക്കങ്ങൾ, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ. പിന്നെ നോക്കുകയാണെങ്കിൽ 2 സ്റ്റേറ്റ് ഗവൺമെന്റ്, കാവേരി ഇഷ്യൂ നമ്മളുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും. അപ്പൊ അങ്ങനെ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള വിരോധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ ഏതെങ്കിലും വിധത്തിൽ ലോ അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതിന്റെ നമ്മളുടെ ഭരണഘടനയെ തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡീസ് വല്ലതും ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ മാറ്റേഴ്സ് ഒക്കെയാണ് നമ്മളുടെ സുപ്രീം കോർട്ട് ഡീൽ ചെയ്യുന്നത്. ആ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ലോസില് സുപ്രീം കോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവറിന് വാലിഡിറ്റി ലോയിനാണ് നമ്മൾ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയാം. റിവ്യൂ എന്ന് വെച്ചാൽ തിരിച്ചൊന്ന് റിവ്യൂ ചെയ്യുക. പിന്നെ ഇനി അടുത്തതായിട്ട് കോമൺ ആയിട്ട് വരുന്നത് ചേഞ്ചിങ് നേച്ചർ ഓഫ് ഫെഡറലിസം ആണ്. അത് മാറി മാറി വരുന്ന ഒരു സിസ്റ്റമാണ് ഫെഡറലിസത്തില്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാല് 17-ാം നൂറ്റാണ്ടിൽ പല ഹ്യൂമൻ അസോസിയേഷൻസ് ഉണ്ടാക്കി, അതിന്റെ ഫോംസ് ഉണ്ടാക്കി, ഫെഡറലായിട്ട് ലിവിങ് ടുഗദർ തുടങ്ങി, ഫെഡറൽ യൂണിയൻ കൊണ്ടുവന്നു. ഈ യൂണിയന്റെ ഓരോ വ്യത്യാസങ്ങളും മാറി മാറി വരുന്നത് കൊണ്ടാണ് അത് ചേഞ്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ അമേരിക്കൻ ഫെഡറേഷനിലെ നോഷൻ ഓഫ് ഡ്യുവൽ ഫെഡറലിസം, 2 ഫെഡറലിസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ലെവലിലുള്ള ഗവൺമെന്റ്, സോവറിൻ ആൻഡ് ഇറസ്പെക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ അറേഞ്ച്മെന്റിന് നമ്മള് ടെൻഷൻ ഉണ്ടാവും 2 ഗവൺമെന്റ് തമ്മിൽ. അതായത് 2 ഗവൺമെന്റ്, ഫെഡറൽ ഗവൺമെന്റും അതേമാതിരി തന്നെ നാഷണൽ കമ്മ്യൂണിറ്റി വരുന്നത്. 1930-ലും 40-ലും അമേരിക്കൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങി എക്കോണമിനെ, അതായത് ധനപരമായ കാര്യങ്ങളിന്. ആ ധനപരമായ കാര്യങ്ങളിൽ കൂടെ വരുമ്പോഴത്തേക്കും രണ്ട് വിധത്തിലുള്ള ഫെഡറൽ ഫെയ്റ്റ് വന്നപ്പോൾ അത് ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടെ നമ്മൾ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയും. കോപ്പറേറ്റീവ് എന്ന് വെച്ചാൽ ഒരുമിച്ച് കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ അറേഞ്ച്മെന്റിൽ കാണുന്നത് കോംപ്ലിമെന്ററി ആൻഡ് വർക്കിംഗ് ഹാർമണി, അതായത് ഒരുമിച്ച് പോകാനുള്ള ഒരു സിസ്റ്റം, ഹാർമണി ഉണ്ടാക്കുക, ഒരുമ ഉണ്ടാക്കുക, ഇന്റേണൽ ആയിട്ട് ഗീവ് ആൻഡ് ടേക്ക് പോളിസി എടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോപ്പറേറ്റീവ് ഫെഡറലിസത്തില് ഇന്റഗ്രിറ്റി, ഓരോ യൂണിയനും അവരുടെ പ്രൊമോഷനും സിറ്റിസൺസിന് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് കിട്ടേണ്ട ആ പ്രൊമോഷൻസ് കിട്ടുന്ന വിധത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ആക്ച്വൽ വർക്കിംഗ് നോഷൻ. അപ്പൊ കോപ്പറേറ്റീവ് സിസ്റ്റം വരുമ്പോ
എല്ലാവർക്കും എന്താ ഉദ്ദേശിക്കുന്നത്, എല്ലാ പൗരനും വെൽഫെയർ സിസ്റ്റം വേണം. അതേമാതിരി സെൻട്രലൈസേഷൻ പവർ വേണം. അതേമാതിരി റെഡ്യൂസിങ് ഓട്ടോണമി, ഒറ്റയ്ക്കുള്ള ഭരണഘടന കുറയ്ക്കുക, അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് അതോറിറ്റി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ഗവൺമെന്റിന്റെ സ്റ്റഡീസിനെ പറ്റി നമ്മൾ പരാമർശിച്ചു വരുന്നു. ഇതിന്റെ കൂടെ എൽസർ സ്ട്രെസ്സസ്, അതിന്റെ ഫെഡറലിസത്തിനെ പറ്റി ഒരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. ആ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ സ്വയം ഭരണം, അതിന്റെ കൂടെ ഷെയർഡ് ആയിട്ടുള്ള ഭരണം, സെൽഫ് റൂൾ ആൻഡ് ഷെയർഡ് റൂൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്വയം ഭരണം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, ലോക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതേമാതിരി 2 ലെവലില് ഇതിനെ ഡിസിഷൻ എടുക്കാൻ, കോമൺ ആയിട്ടുള്ളതും സ്റ്റേറ്റ് ആയിട്ടുള്ളതും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് കമ്മ്യൂണിറ്റീസ് പല വിധത്തിലുള്ള ആർഗ്യുമെന്റിനും വർക്കിങ്ങിനും പൊല്യൂഷൻസിനും അല്ലെങ്കിൽ ജോയിന്റ് ഡിസിഷൻ, ഒരുമിച്ചുള്ള ഡിസിഷൻ എടുക്കണം എന്നുള്ള പോളിസികൾ എടുക്കണം. ഒരുമിച്ച് ഒരു പോളിസി ആയിരിക്കണം, ഒരുമിച്ചല്ല, ഒറ്റയ്ക്ക് ഒരുമിച്ച് ചേർന്ന് പോവാ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രോസസ്സിന് ഇന്ത്യൻ സിസ്റ്റത്തില്, ഫെഡറൽ സിസ്റ്റത്തില് സെൻട്രലൈസേഷനും അതേമാതിരി തന്നെ സ്റ്റേറ്റിന്റെയും റെസ്പോൺസിബിലിറ്റിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യലായിട്ടും ഇക്കണോമിക്കലായിട്ടും ഡെവലപ്മെന്റ് വരുന്നതും അതിനെ ഇന്റഗ്രേറ്റ്, ഒരുമിപ്പിച്ചിട്ട് അതിനെ നാഷണൽ ലെവലിലേക്കും പൊളിറ്റിക്കൽ ലെവലിലേക്കും കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ പൊസിഷൻ, ലീഡർഷിപ്പിന്റെയും അവരുടെ പ്രയോറിറ്റിന്റെയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതില് ഇന്ത്യൻ സിസ്റ്റത്തില് പൊളിറ്റിക്കലി ഗവൺമെന്റ് നോക്കുന്നത് പ്രൊഡക്ഷൻ ബേസ്ഡ് ഓഫ് എക്കോണമി, എത്ര വിധത്തിലുള്ള, ഏത് വിധത്തിലുള്ള ക്വാളിറ്റി ലൈഫാണ് കിട്ടുന്നത്, ആൾക്കാർക്ക് കിട്ടുന്ന ക്വാളിറ്റി ലൈഫ് എന്തായിരിക്കും, അതിന്റെ ബാലൻസ് ചെയ്തിട്ട് അവരുടെ ഡിഫറെന്റ് റീജിയൻസിലും അവരുടെ സെക്ഷൻസിലും എത്രത്തോളം അവർക്ക് പ്രോഗ്രസ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ നോക്കി വരുന്നത് നമ്മളുടെ ഇന്ത്യൻ എത്തനിക്സില്. അപ്പൊ അതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഓരോ പാർട്ടി സിസ്റ്റം, ഫെഡറൽ ഗവൺമെന്റിന്റെ പാർട്ടി സിസ്റ്റത്തിന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് BPSC 132-ല്. അപ്പൊ ഇതേമാതിരി തന്നെ യൂണിറ്ററി ആയിട്ട് കൊണ്ടുവരികയും സെൽഫായിട്ട് റെസ്ട്രെയിൻഡ് ആയിട്ട് നമ്മൾ ബിൽഡിംഗ്, അതിന്റെ പരാമർശത്തിൽ കൂടെ പോണമെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലയൻസ് ആണ്, സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു അലയൻസ് ആണ്. അതിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് യൂണിറ്റ്സ്, ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പീപ്പിളിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ? കോൺഫെഡറേഷന്റെ ആ ഇതിൽ കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റാലിറ്റീസും അതേമാതിരി തന്നെ അവർക്ക് എത്രത്തോളം സോവറിനിറ്റി യൂസ് ചെയ്യാം, എത്രത്തോളം വിഡ്രോ ചെയ്യാം, ഏത് സമയത്ത് വിഡ്രോ ചെയ്യാം എന്നുള്ളതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും 1789-ലും ഫെഡറലിൽ പരാമർശിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്ററി സിസ്റ്റമാണ്. യൂണിറ്ററി സിസ്റ്റം പറയുമ്പോൾ ഒരു യൂണിറ്ററി സിസ്റ്റം ഫെഡറൽ സിസ്റ്റത്തിനെക്കാട്ടി വളരെ പഴയതാണ്. ഇവിടെ എന്താ പരാമർശിക്കുന്നത് വെച്ചാൽ, ട്രേസ് ചെയ്ത് ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂണിറ്ററി സിസ്റ്റത്തിനെ പറ്റി എന്താണെന്ന് ട്രേസ് ചെയ്യുമ്പോൾ ഇത് കൊളാപ്സ് ആവുന്നത് ഏത് സമയത്താണോ ഫെഡറലിസം, ആബ്സല്യൂട്ട് മൊണാർക്കീസും യൂറോപ്പിൽ വരുന്നത്, അപ്പോഴാണ് ഇത് വരുന്നത്. അതിന്റെ എമർജൻസി എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, രാജാവും രാജാവിന്റെ മന്ത്രിമാരും അവരാണ് സെൻട്രൽ പവർ, അവരുടെ കയ്യിലാണ് ഈ പവർ, അധികാരം മുഴുവൻ ഉള്ളത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ സോഷ്യൽ സയന്റിസ്റ്റ് ആയ അല്ലെങ്കിൽ തോമസ് ഹോബ്സ്, ജീൻ ബോഡിൻ, ഇവരൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ്, സോഷ്യൽ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയാം. അവര് ഈ പൊളിറ്റിക്കലി രാജതന്ത്രത്തിനെ പറ്റി പഠിക്കുകയും അതിന്റെ നാഷണലിസത്തിന്റെ ബേസിസിൽ എത്രത്തോളം രാജ്യങ്ങൾ ഏത് വിധത്തിൽ പോകുന്നു കോമൺ ആയിട്ടുള്ള ലാംഗ്വേജിൽ കൊണ്ടുവരികയും, കോമ്പിനേഷൻ എന്താ ഉപയോഗിച്ച് വെച്ചാൽ മതം, റിലീജിയൻ, പിന്നെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ഹോളണ്ട്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു നേഷൻ സ്റ്റേറ്റ്സ് ആവുകയാണ്.
ഈ നേഷൻ സ്റ്റേറ്റ്സ് വഴി യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടാണ് അത് വേരി ആവുന്നത്. ഇനി യൂണിറ്ററി സിസ്റ്റം, ഒറ്റക്കെട്ടായിട്ടുള്ള യൂണിറ്ററി സിസ്റ്റത്തിന്റെ ബേസിക് എന്താണ്? ബേസിക് ഫീച്ചേഴ്സ് വരുമ്പോൾ ഈ പവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അധികാരം, ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് അത് ഇംപ്ലിമെന്റേഷൻ ചെയ്യുക, നടപ്പിലാക്കുക, ജുഡീഷ്യൽ അതിൽ തെറ്റ് കണ്ടാൽ അതിനെ എടുക്കുക. ഇതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയിൽ വരണം. അത് മൊണാർക്ക് ആയാലും കൊള്ളാം, ഗവൺമെന്റ് ആയാലും കൊള്ളാം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ യൂണിറ്ററി സിസ്റ്റത്തിന് കൂടുതൽ പവർ കിട്ടുന്നത്. ആ യൂണിറ്ററി സിസ്റ്റത്തില് പവേഴ്സ് സെൻട്രൽ അതോറിറ്റിയിൽ വരുമ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഗവൺമെന്റും മെയിൻ ആയിട്ടുള്ള 3 ഓർഗനാണ് ഗവൺമെന്റില്. ആ മെയിൻ ഓർഗൻ ഈ നേരത്തെ പറഞ്ഞ മെയിൻ ഓർഗൻ ആണ്. ഇതിന്റെ കൂടെ സെൻട്രൽ ആൻഡ് ജോഗ്രഫിക്കൽ സബ് യൂണിറ്റ്സ് ഉണ്ട്. ഇതിൽ കൂടെ സെൻട്രൽ ഗവൺമെന്റ് പല വിധത്തിൽ ലോവർ ലെവലിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ അവർക്ക് പവർ കൊടുക്കുന്നു. ആ പവറിനെ പിന്നെയും സബ് ഡിവിഷൻ ചെയ്ത് പോകുന്നു, അത് ലോക്കൽ ലെവലില്. അതേമാതിരി റീജിയണലിസം വളരെ പെർമനന്റ് ആയിട്ട് നോക്കുന്നില്ല. ഇങ്ങനെ പോയി ഈ സോവറിൻ പവർ, അതായത് ഏറ്റവും കൂടുതലുള്ള പവറിനെ യൂണിറ്ററി സിസ്റ്റത്തില് റിജിറ്റ് ആയിട്ട് അമെൻമെന്റ് ചെയ്ത് UK യൂണിറ്ററി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് ഗവൺമെന്റ്. അവിടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. പാർലമെന്റ് ആണ് സോവറിൻ. പാർലമെന്റ് ആണ് കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ കൺട്രോൾ വരുന്നത്. അപ്പൊ വേറെ ആർക്കും ലോ മേക്കിംഗ് ഫെസിലിറ്റീസ് ഇല്ല, പാർലമെന്റ് ആണ്. അതേമാതിരി തന്നെ അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡംസും ലോക്കൽ ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ യൂണിറ്ററിയിൽ 2 വിധത്തിലുള്ള സിസ്റ്റം കാണാം. ഒന്ന് ഹൈറാർക്കിക്കൽ, ഒന്ന് ഓർഗാനിക് മോഡലില്. ഹൈറാർക്കിക്കൽ മോഡൽ വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിരമിഡ് ഷേപ്പിലാണ്. സെൻട്രൽ അതോറിറ്റിയിൽ നിന്ന് ഇങ്ങനെ വരും, താഴേക്ക് ലോവർ അതോറിറ്റീസ് പവർ കൊടുത്തു വരുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്രാൻസ് ഈ ഹൈറാർക്കിക്കൽ യൂണിറ്ററി ഗവൺമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഓർഗാനിക് മോഡൽ സിസ്റ്റത്തിൽ വരികയാണെങ്കിൽ റിലേഷൻഷിപ്പ് ആണ് അവിടെ കൂടുതൽ. കോറും പെരിപ്പറി ഉള്ള റിലേഷൻഷിപ്പ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ എന്ന് പറയുമ്പോൾ ഈ വളരെ പ്രാധാന്യം അൽപ്പിക്കുന്ന കാര്യങ്ങൾ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്, അത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഭരണത്തിന്റെ കൺട്രോൾ ചുക്കാൻ പിടിക്കുന്നത് ഒളിഗാർക്കി, പ്രഭുക്കന്മാര്. ആ പവർ അവരുടെ അല്ലെങ്കിൽ കാശുള്ള ധനവാന്മാരുടെ കൺട്രോൾ ഉണ്ടാവും ആ ഗവൺമെന്റിൽ. അതിന്റെ ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണെങ്കിൽ ബ്രിട്ടൻ, സ്കോട്ട്ലൻഡും ഏകദേശം ഒരുമാതിരി അങ്ങനെ തന്നെയാണ് വന്നത്. അതായത് ഗവൺമെന്റിന്റെ പവർ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഈ പ്രഭുക്കന്മാരും അവരുടെ പരിശ്രമികളും താഴെ വരുന്നവര്. ഇനി ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് നോക്കാം. പരസ്പരം ഫെഡറലിനും യൂണിറ്ററിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഡിഫറൻസിൽ നമ്മൾ നോക്കുമ്പോൾ ഫെഡറൽ സിസ്റ്റത്തിൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ കാണുന്നത് ഇതേ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സോഴ്സ് ഓഫ് പവർ ആണ്. ആദ്യത്തെ വ്യത്യാസം സോഴ്സ് ഓഫ് പവർ. ഫെഡറൽ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു ഡിഫൈൻഡ് ആയിട്ടുള്ള പവർ ഉണ്ട്. ആ പവർ ഡെലിഗേറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഈ പവറിനെ കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ് ആയിട്ട് ഫെഡറൽ ഗവൺമെന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. അതർ യൂണിറ്ററി സിസ്റ്റത്തില് മെയിൻ അതോറിറ്റി, മെയിൻ പവർ വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ്. അവിടെ നിന്ന് പവർ ലോവർ ചെയ്ത് യൂണിറ്റ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ യൂണിറ്ററി സിസ്റ്റത്തില് ഈ പവർ കൊടുത്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റും കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നായിട്ട് വരുന്നു. ഇനി നേച്ചർ ഓഫ് പവർ എന്ന് പറയുമ്പോൾ അതിന്റെ നേച്ചർ എന്തായിരിക്കും, ഏത് തരത്തിലുള്ളതായിരിക്കും? കോൺസ്റ്റിറ്റ്യൂന്റ് യൂണിറ്റ്സിലും പവറിൽ കൊടുക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫെഡറൽ സിസ്റ്റത്തില് പവർ അല്ലെങ്കിൽ അധികാര ഷെയർ ചെയ്യുന്നത്, അതിനെ ഡിവൈഡ് ചെയ്ത് വരുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അല്ലെങ്കിൽ ഭരണഘടനയിൽ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് ഫ്രെയിം വർക്കിൽ വരുന്നത്. അപ്പോ ഗവൺമെന്റിന്റെ പവർ ഡീസെൻട്രലൈസ് ചെയ്തിട്ട് പെർമനന്റ് നേച്ചറിലേക്ക് കൊണ്ടുവരാണെങ്കിൽ കൺസെന്റ് നോക്കണം. അതേമാതിരി റിലേഷൻ, ഓരോ റിലേഷൻ സെൻട്രലും ലോവറിനും തമ്മിൽ നോക്കണം. ഇനി പവർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി യൂണിറ്റിൽ പെർമനന്റ് ആയിരിക്കും, ടെമ്പററി ആയിരിക്കും യൂണിറ്ററി സിസ്റ്റത്തിൽ. ഇനി ടെറിട്ടോറിയൽ ഡീകാമറേഷൻ എന്ന് പറയും.
സ്ഥലം, എത്ര ഏരിയ ഫെഡറൽ സിസ്റ്റത്തിൽ യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തെന്നല്ല, എത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ടോ, എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, പ്ലൂലാരിസം, ബഹുപദത്തിന് എത്രത്തോളം പല ഗവൺമെന്റ് എത്രത്തോളം എന്നുള്ളതാണ് പ്ലൂറൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ടെറിട്ടറിയിൽ നോക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന പാരാമീറ്റർ എന്താന്ന് വെച്ചാൽ അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അക്കോമഡേറ്റിംഗ്, എത്രത്തോളം അക്കോമഡേറ്റിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡീസെൻട്രലൈസേഷൻ വേഴ്സസ് നോൺ സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ ഭാഗങ്ങൾ പിരിച്ചു കൊടുക്കുക, നോൺ സെൻട്രലൈസേഷൻ അങ്ങനെ ഇല്ലാണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ക്ലിയർ ഡിഫറൻസ് ഡീസെൻട്രലൈസേഷൻ പവറിലും നോൺ സെൻട്രലൈസേഷൻ പവറിലും ഹയർ അതോറിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യുന്നു. എബവ് ഹയർ ആയിട്ടുള്ളവരാണ് ഡെലിഗേഷൻ ലോവർ യൂണിറ്റ്സിന് കൊടുക്കുന്നത്. അതേമാതിരി സ്കോട്ട്ലൻഡിൽ 17 ഓട്ടോണമീസ് ഉണ്ടെങ്കിൽ യു കെയില് സ്കോട്ട്ലൻഡ്, നോർത്ത് ഐർലൻഡ്, വെയിൽസ് ഇവരാണ് ഓട്ടോണമസ് പവർ കൺട്രോൾ ചെയ്യുന്നത്. ഈ പവേഴ്സിന് ഡെലിഗേഷൻ കൊടുത്ത് പെർമനന്റ് നേച്ചർ ആക്കിയിട്ടില്ല. അപ്പൊ സബ് യൂണിറ്റ്സ് ബാക്കിയുള്ളവരാണ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഡീസെൻട്രലൈസേഷൻ പവർ വരുമ്പോഴത്തേക്കും യൂണിറ്ററി സിസ്റ്റം അസോസിയേറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ സബ് യൂണിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, അതും സെൽഫായിട്ട് പവറിനെ അല്ലെങ്കിൽ അധികാരത്തിനെ കൺട്രോൾ ചെയ്യുന്ന വിധത്തിൽ വരണം. ഇനി ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ്സ് നമ്മൾ സെൽഫ് റൂൾ, സ്വന്തം റൂളും സ്വന്തം പവർ ഷെയറിങ്ങും, അത് റീജിയണൽ വൈസ്, അതായത് അതാത് ഏരിയകളിൽ വർക്കുന്നതിനാണ് അത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീർക്കുകയാണ്. ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. യൂണിറ്റ് 7 പല വിധത്തിലുള്ള പാർട്ടികളുണ്ട്, പല വിധത്തിലുള്ള പാർട്ടി സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോർമൽ ഡെഫിനിഷൻ ഡെമോക്രസിയിൽ ഉള്ളതാണ്. കാരണം ഈ പാർട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു പാർട്ടി അല്ലല്ലോ ഡെമോക്രസിയിൽ വരിക. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് ആദ്യം പരാമർശിക്കാം. ഗ്രീസില് സിറ്റി ഓഫ് ഏതൻസിലാണ് ഡയറക്റ്റ് ഒരു ഡെമോക്രസി തുടങ്ങുന്നത്. അവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഗ്രീസിന്റെ അഡൽട്ടിന് മാത്രമേ വോട്ടവകാശമുള്ളൂ, പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശമില്ല. പിന്നെ അതേമാതിരി തന്നെയാണ് ഇപ്പോഴും സ്വിസ് കാന്റോണില്, ന്യൂ ഇംഗ്ലണ്ടില്. ഇപ്പൊ ഇതെല്ലാം വന്നപ്പോ ഒരു ചർച്ചയ്ക്ക് വന്നു. അപ്പൊ ഡയറക്റ്റ് ഡെമോക്രസിന്റെ ഒരു നടപ്പിലാക്കാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. കാരണം ഏരിയ വലുതാവും, ആൾക്കാർ വലുതാവും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ മോഡേൺ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ടെറിട്ടറി വലുതായി, പോപ്പുലേഷൻ വലുതായി. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഭരണത്തിലേക്ക് കടക്കാൻ പറ്റാത്ത കൊണ്ട് അവരതിന് ഇമ്പോസിബിൾ ആയതുകൊണ്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ഡെമോക്രാറ്റിക് സിസ്റ്റം കൊണ്ടുവരാണ് 18ാം നൂറ്റാണ്ടിൽ. അങ്ങനെ വന്ന് ഈ ഇംഗ്ലണ്ടിൽ നിന്ന് അത് തുടങ്ങി, അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് റെഗുലർ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പൊ ഈ സ്കെയിലിൽ നോക്കുമ്പോൾ പാർലമെന്ററി ഡൈനാമിക്സ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പാർലമെന്ററി വിധത്തിലുള്ള റെപ്രസെന്റേറ്റീവ്സ് വഴി ടീംസിനെ കൊണ്ടുവന്ന് അതിന്റെ ഗവൺമെന്റൽ കമ്മിറ്റീസ് ഉണ്ടാക്കി ആ കമ്മിറ്റികൾ വഴി റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. ഇതാണ് ലീഡർഷിപ്പ്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീഡർഷിപ്പും വോട്ടേഴ്സും പൊളിറ്റിക്കൽ എലൈറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവരുടെ സിവിൽ സൊസൈറ്റിയുടെ ജീവിതം, ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി കിട്ടുക. അതിന് നമ്മൾ ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് പല ഡെഫിനിഷനിൽ നോക്കുമ്പോൾ പല പാർട്ടി സിസ്റ്റം ഉണ്ട്. അപ്പോൾ എന്താണ് പാർട്ടി സിസ്റ്റം? ഒരു ഡെമോക്രാറ്റിക് രാജ്യം അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടികൾ ഇല്ലാണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിൽ രാജ്യം ഭരിക്കാനുള്ള ആൾക്കാർ ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോമൺ ലൈൻസിൽ നോക്കുമ്പോൾ അവരെ മൊബിലൈസ് ചെയ്യാനും അവരെ ഷേപ്പ് ചെയ്തെടുക്കാനും പബ്ലിക് ഒപ്പീനിയൻ ആണ് വേണ്ടത്. പബ്ലിക് ഒപ്പീനിയന്റെ മാക്സിമം സപ്പോർട്ട് കിട്ടണം. അതാണ് 19ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത്. ഓരോ രാജ്യഭരണത്തിനെയും അവര് വിശകലനം ചെയ്യും.
അങ്ങനെ വിശകലനം ചെയ്ത് എന്ത് ചെയ്യുന്നു, ഏത് വിധത്തിൽ എന്നുള്ളത് അവര് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ കാലക്രമേണ ബുദ്ധിയും യുക്തിയും ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഈ സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയാ, ഫാക്ഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് പറയും. ആ പാർട്ടി സിവിൽ റൈറ്റ്സ്, അവരുടേതായ അവരുടേതായ റൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം, അതിനെ 19ാം നൂറ്റാണ്ടിൽ വളരെ പോപ്പുലർ ആവുന്നു. അങ്ങനെയാണ് 20ാം നൂറ്റാണ്ടിൽ റഷ്യൻ പൊളിറ്റിക്കൽ തിങ്കറായ മയോസി ഒസ്ട്രാക്കറി ഇങ്ങനെ പൊളിറ്റിക്സിനെ പറ്റി ഒരു ലൈഫ് പാർട്ടീസിന്റെ ഡെവലപ്മെന്റ് എന്താണ്, അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഇതിനുശേഷം പല വിധത്തിലുള്ള പാർട്ടികൾ വരുന്നുണ്ട്. ഒരുപാട് പാർട്ടികൾ വരികയും ആ പാർട്ടികൾ മുഖാന്തരം അവർക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ള അത് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോ ഇവിടെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ടികളാണ്. അപ്പൊ പാർട്ടി ഉണ്ടാക്കി, പാർട്ടിയിൽ ആൾക്കാരെ കൂട്ടി മൊബിലൈസ് ചെയ്ത് കൊളോണിയൽ ഗവൺമെന്റിനെതിരെ ശബ്ദിക്കാനും അവരുടെ സ്വാതന്ത്ര്യം തിരിച്ചെടുക്കാനായിട്ടാണ് 20ാം നൂറ്റാണ്ടിൽ പാർട്ടി ഡെമോക്രസി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ കൂടെ ഈ ഡെമോക്രസിയിൽ കൂടെ സിവിൽ സൊസൈറ്റീസ്, ക്ലബ്സ്, പല വിധത്തിലുള്ള ആൾക്കാർ ഇൻവോൾവ് ആവും പാർട്ടികളിൽ. ഡിഫറെന്റ് നാഷണൽ കോണ്ടാക്ട്സ് ആയാലും ശരി, ഓർഗനൈസേഷൻസ് ആയാലും ശരി, ഐഡിയോളജീസ് ആയി എല്ലാം ഒരുമിച്ച് വരണം. ഈ പൊളിറ്റിക്കൽ സയൻസിൽ ഇതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിട്ട് പരാമർശിച്ചിട്ടുണ്ട്. തോട്ട്സ് ഓൺ ദ കോസ് ഓഫ് പ്രസന്റ് ഡിസ്കൺസ് എന്ന് പറഞ്ഞിട്ട് എഡ്മണ്ട് ബർക്ക്. അപ്പൊ അങ്ങനെ അതിനുശേഷം വളരെ ലേറ്റർ ആയിട്ട് മാക്സ് വെബർ, ജർമ്മൻ സോഷ്യോളജിസ്റ്റ്, അറ്റൻഷൻ എടുക്കുന്നത് പ്രൊമോഷൻ നാഷണൽ ലെവൽ, അതായത് രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് എന്തിനാണോ അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ സോഷ്യൽ പവറിനെ ഒരുമിച്ചെടുത്ത് അതേമാതിരി ബാക്കിയുള്ള ജ്ഞാനികൾ അല്ലെങ്കിൽ സോഷ്യൽ സയന്റിസ്റ്റ് ജോസഫ് സ്കോപ്പർ, റോബർട്ട് മിക്കൽസ്, അവർ ഇതിനെ പറ്റിയൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഓരോരുത്തരും പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുള്ള സൊസൈറ്റി, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ സൊസൈറ്റി, ഈ ഇറ്റാലിയൻ സ്കോളറായ ഗിവാനോ സാത്രി അങ്ങേരെ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് നടത്തുന്നുണ്ട്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ താരതമ്യപ്പെടുത്തുക, ഷിഫ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഫംഗ്ഷനിൽ നിന്ന് കാൻഡിഡേറ്റിന്റെ സെലക്ഷൻ വരയ്ക്കും താരതമ്യപ്പെടുത്തുന്നു. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് എലക്ഷൻ നടത്തുമ്പോൾ കാൻഡിഡേറ്റിന്റെ പബ്ലിക് ഓഫീസിനെ പറ്റി പരാമർശിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് നോക്കുകയാണ് ഈ പബ്ലിക് കാൻഡിഡേറ്റ്സിന്റെ ഓഫീസ്. ഈ ചെറിയ പാർട്ടികൾ, ചെറിയ പരിമിതികളുള്ള പാർട്ടികൾ ഗവൺമെന്റിന്റെ പാർലമെന്ററി സീറ്റിൽ നിൽക്കുന്നു. അപ്പൊ അവർക്ക് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഒരു ശബ്ദം, വോയിസ് എന്നുള്ള ലെവലില് ക്ലെയിം ചെയ്യാണ്. ഇവരുടെ ക്ലെയിം ചെയ്യുന്നത് മുഴുവൻ വോട്ടേഴ്സ് ആണ്. വോട്ടർ എന്ന് പറഞ്ഞാൽ വോട്ടവകാശമുള്ള ജനത, അവരെ എലക്ട് ചെയ്ത് റെപ്രസെന്റേറ്റീവ് ആയിട്ട് എക്സിറ്റ് വരുന്നു. അതിനുശേഷം അവർ ടൈനി മൈനോറിറ്റി ആണോ ഇലക്ടറേറ്റ് ആണോ എന്നൊക്കെ നമ്മൾ വിശകലനം ചെയ്യും. ഇതിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലും നമ്മൾ മിനിമൽ ആയിട്ട് ഓപ്പറേഷൻ നോക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാർട്ടി എന്ന് പറയാ. അല്ലാതെ അതിൽ മിനിമം ഇത്രയെങ്കിലും വേണമെന്നുള്ള ഒരു ചിട്ടയുണ്ട്. അതേമാതിരി പുതിയ ഓർഗനൈസേഷൻസ് ഇപ്പോ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ മൈനർ ബ്രോഡായിട്ട് ആൽബർട്ടോ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഡെഫിനിഷനിൽ പറയുന്നത് എന്താ വെച്ചാല്, ഏത് പാർട്ടിയാണോ അവരുടെ ഗ്രൂപ്പിന് നോട്ടബിൾസിന് ലിമിറ്റഡ് ആയിട്ടുള്ളത്, അവരുടെ റിലേഷൻഷിപ്പ് നോട്ടബിൾ ലോക്കൽ കൗണ്ടർ പാർട്സിന് കിട്ടുന്നത്, അവരുടെ കണ്ടിന്യൂറ്റി എന്താന്ന് വെച്ചാൽ എത്ര കാലം അതേ കണ്ടിന്യൂറ്റിയിൽ നിൽക്കുന്നു, ഓർഗനൈസേഷനിൽ നിൽക്കുന്നു, ആ ഓർഗനൈസേഷൻ എത്രത്തോളം ലൈഫ് സ്പാൻ ഉണ്ട്. അതേമാതിരി തന്നെ ഓർഗനൈസേഷന്റെ
ഇപ്പോഴത്തെ ലീഡേഴ്സ്, കറണ്ട് ലീഡേഴ്സിന്റെ കാര്യങ്ങളും നമ്മൾ പരാമർശിക്കുന്നു. പിന്നെ നോക്കും മാനിഫെസ്റ്റോ എന്താണ് പ്രസ്യൂം ചെയ്യുന്നത്, അവർ പറയുന്ന തത്വങ്ങൾ എന്താണ് പറയുന്നത്, റെഗുലറൈസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, അതേമാതിരി റിലേഷൻഷിപ്പ് ബാക്കിയുള്ള ലോക്കലും നാഷണൽ യൂണിറ്റ്സുമായിട്ടുള്ള അവരുടെ റിലേഷൻ, അവരുടെ കോണ്ടാക്ട്സ് എങ്ങനെയാണ്, സെൽഫായിട്ട്, മൂന്നാമത് സെൽഫായിട്ട് സ്വന്തമായിട്ട് ഡിറ്റർമിനേഷൻ എടുക്കാനുള്ള നാഷണൽ ലെവലിലോ ലോക്കൽ ലെവലിലോ ഉള്ള കോയലേഷൻ എടുക്കാനുള്ള പവർ എത്രത്തോളം ഉണ്ട്. ഇങ്ങനെ എക്സസൈസ് ചെയ്ത് വരുമ്പോൾ ഈ പാർട്ടിയുടെ ഫോളോവേഴ്സ്, അതായത് പാർട്ടിയിൽ ഉള്ള ആൾക്കാരുടെ ഫോളോവേഴ്സ് പോൾസിൽ എത്രത്തോളം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പാർട്ടിയുടെ കാര്യങ്ങൾ, ഒരു പാർട്ടിന്റെ ഡെവലപ്മെന്റ് വരുന്നതും അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നതും. അപ്പൊ അങ്ങനെ ഈ ഓരോ പാർട്ടിനെയും പ്രൊമോട്ട് ചെയ്ത് വരുമ്പോൾ പല ഫങ്ഷൻസും പാർട്ടികൾ കൂടെ നടത്തും. ആ പാർട്ടി ഇനി അടുത്ത് നമ്മൾ പരാമർശിക്കുന്നത് ഓരോ പാർട്ടിയുടെ ഫങ്ഷൻ എന്താണ്, എന്ത് പണിയാണ് അവർ ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, ഓരോ പാർട്ടിയും സിംഗിൾ ഇൻട്രസ്റ്റില് ബ്രിഡ്ജിങ് ദ എന്താ പറയാ ജോഗ്രഫിക്കൽ ഡിഫറൻസസ്, വ്യത്യാസം, ഡിസ്റ്റൻസ് എത്രയായാലും വ്യത്യാസമല്ല, അവർ എങ്ങനെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് അഗ്രഗേറ്റ് ചെയ്ത് അവരുടെ ഇൻട്രസ്റ്റ് എന്തായിരിക്കണം. അപ്പോൾ അവരുടെ ലീഡേഴ്സ്, അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസ്, ഇതെല്ലാമാണ് കോമൺ ആയിട്ട് ഗോളായിട്ട് കൊണ്ടുവരിക പോളിസി ആയിട്ട്. അപ്പോൾ ആ പോളിസി ബോർഡറിലും അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അഡ്വാൻസ്മെന്റ്, ഗ്രൂപ്പിന്റെ അഡ്വാൻസ്മെന്റ് കാണാൻ പറ്റും. പിന്നെ കാണുന്നത് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ നോമിനേറ്റിംഗ് ചെയ്യുന്നത്. ഇപ്പൊ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ജനാധിപത്യ ഗവൺമെന്റിൽ നമ്മളിപ്പോഴും എലക്ഷൻ പുതുപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബൈ ഇലക്ഷൻ വേണ്ടി നോമിനേറ്റ് ചെയ്യുന്നില്ലേ, ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നു ഇലക്ഷനിലേക്ക്. ആ പാർട്ടിയിൽ എത്രത്തോളം സെൽഫ് നോമിനേറ്റഡ് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, നെയിം ഉണ്ടാവും, ഫെയിം ഉണ്ടാവും, ഇതൊക്കെ നോക്കും. അതായത് പോപ്പുലർ ആയിട്ടുള്ള ആളെ ആയിരിക്കും നമ്മൾ നോമിനേറ്റ് ചെയ്യുക ഗവൺമെന്റിൽ. അതേമാതിരി തന്നെ ഏതൊക്കെ സിസ്റ്റത്തിൽ കൂടെ ക്യാമ്പയിൻ ചെയ്ത് നമുക്ക് ഇലക്ഷൻ ജയിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. ഇത് കൂടാണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ ജനാധിപത്യ ഗവൺമെന്റില് വോട്ടിംഗ് ചോയ്സ് ഉണ്ട്, സ്ട്രക്ചറിങ് ദ വോട്ടിംഗ് ചോയ്സ്. അതെങ്ങനെ ചില കാൻഡിഡേറ്റ്സ് ബാലറ്റ് പേപ്പറിലേക്ക് എത്രത്തോളം ആൾക്കാർ വോട്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ എത്ര പേരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്. ആ കമ്പാരിസണിൽ എത്ര വോട്ട് ഫ്യൂച്ചറിലേക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് അവര് എത്രത്തോളം ഇവര് എലക്ഷൻ വർക്ക് നടത്തുന്നോ പാർട്ടികള്, ആ പാർട്ടിന്റെ ആൾക്കാരുടെ വർക്ക് അനുസരിച്ചായിരിക്കും അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നോക്കുമ്പോൾ അവരുടെ ഡിസിഷൻ കിട്ടുക. ഇനി ഇത് കൂടാണ്ട് ഒരു കോർഡിനേഷൻ വർക്കുണ്ട്, ഗവൺമെന്റുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ വർക്കാണ് പാർട്ടിയുടെ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക്. ഗവൺമെന്റും സൊസൈറ്റിയുമായിട്ടുള്ള പരസ്പര ലിങ്ക് മാതിരി ഒരു ബ്രിഡ്ജ് മാതിരി ഇവരെ ലെജിസ്ലേച്ചറിലും അല്ലെങ്കിൽ നിയമ സ്ഥാപനത്തിലും എക്സിക്യൂട്ടീവിലും പാർലമെന്ററിയിലും ഗവൺമെന്റ് എല്ലാം ഒരു ബ്രിഡ്ജിങ് ആണ്, അല്ലെങ്കിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു പാലം മാതിരി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെ ഡിഫറെന്റ് ലെവലായാലും ശരി, നാഷണൽ ലെവലിലുള്ള ഗവൺമെന്റ് ആയാലും റീജിയണൽ ഗവൺമെന്റ് ആയാലും ലോക്കൽ ഗവൺമെന്റ് ആയാലും. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഡൽഹി നാഷണൽ ലെവലിലുള്ള ഗവൺമെന്റ്, കേരള റീജിയണൽ ലെവലിലുള്ള ഗവൺമെന്റ് കണക്ഷൻ, ലോക്കൽ എന്ന് പറയുമ്പോൾ പുതുപ്പള്ളി ആ ഡിസ്ട്രിക്റ്റിലുള്ള ലെവൽ. അപ്പൊ അങ്ങനെ അത് നോക്കിപ്പോവും. ഇവിടെ പ്രസിഡന്റും ലീഡേഴ്സും തമ്മിലുള്ള റെപ്രസെന്റേഷൻ എത്രത്തോളം ഉണ്ടാവും, അവർ തമ്മിൽ കോപ്പറേഷൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം കോർഡിനേഷൻ ചെയ്തു പോകുന്നുണ്ട്, ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിയും അവരുടെ എല്ലാ പെർഫോമൻസും ഡിസിപ്ലിൻസും ഉള്ളത് ചെക്ക് ചെയ്താണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഡെമോക്രസിയില് അല്ലെങ്കിൽ നമ്മളുടെ ജനാധിപത്യത്തില് ലെജിസ്ലേച്ചർ വർക്ക് മുഴുവനും ചെയ്യുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. ഇനി കൂടാണ്ട് ഫെഡറലും യൂണിറ്ററി ഗവൺമെന്റിലും നമ്മൾ ലെവലിൽ നോക്കുമ്പോൾ, ഗവൺമെന്റ് ലെവലിൽ നോക്കുമ്പോൾ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള വേണം നോക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ഓൾട്ടർനേറ്റീവ് പ്രോഗ്രാംസ്. ഗവൺമെന്റിന്റെ ഓൾട്ടർനേറ്റീവ് പ്രോഗ്രാംസ് എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ മാനിഫെസ്റ്റോയിൽ അവർ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, അതുവഴി അവർ എന്തൊക്കെയാണ്
ഉദ്ദേശിക്കുന്നതെന്ന് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഗവൺമെന്റിന്റെ ഒരു വാച്ച് ഡോഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പാർലമെന്ററി ഗവൺമെന്റ് പ്രോഗ്രാംസിൽ നമുക്ക് അതായത് അവരുടെ വർക്കിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ക്യാമ്പയിൻ ചെയ്യുന്ന കാൻഡിഡേറ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഒരു ഗവൺമെന്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ക്രിട്ടിക്കൽ പോളിസികളും ഇവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ടിയും പാർട്ടിയുടെ സിസ്റ്റവും എന്താണ്. പാർട്ടി ഒരു പാർട്ടി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പാറ്റേൺ ഉണ്ടാവും, ഒരു വർക്ക് ഉണ്ടാവും. അവരുടെ പാർട്ടി ഇന്ററാക്ഷനിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി സിസ്റ്റം എന്താണ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ പാർട്ടി വഴി അവർ ഗവൺമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എടുത്തു പറയാൻ പോകുന്നത്. അപ്പൊ ക്ലാസിഫൈ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു പാർട്ടിയുടെയും കോമ്പറ്റീവ്നെസ് എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ്, എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പല വിധത്തിലുള്ള സ്കോളേഴ്സ് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പാർട്ടീസിന്. ആ പാർട്ടീസിന്റെ സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഡിവിഷനായിട്ട് പോകുന്നത്. ഐഡന്റിഫൈ ചെയ്യുമ്പോൾ വൺ പാർട്ടി സിസ്റ്റം, പ്ലൂറാലിസ്റ്റിക് പാർട്ടി സിസ്റ്റം, ഇതാണ് രണ്ടായിട്ട് വരിക. അപ്പൊ ആ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വൺ പാർട്ടി അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള പാർട്ടി. സെക്കൻഡ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ടു പാർട്ടി ആയിരിക്കാം, മൾട്ടി സിസ്റ്റം, പല പാർട്ടികൾ. ടു എന്ന് വെച്ചാൽ രണ്ട് പാർട്ടി, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ മൾട്ടി സിസ്റ്റം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ജനതാദൾ, അങ്ങനെ പല വിധത്തിലുള്ള പാർട്ടികൾ, മൾട്ടി പാർട്ടി സിസ്റ്റം. അപ്പൊ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ നാഷണൽ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ ഇവിടെ ബേസിസ് ഓഫ് എത്രത്തോളം വോട്ട് കിട്ടുന്നുള്ള അനുസരിച്ചിട്ടാണ് പാർട്ടി സിസ്റ്റം വരുന്നത്. ടു പാർട്ടിയോ മൾട്ടി പാർട്ടിയോ ഹാഫ് പാർട്ടിയോ എന്ന് വരുന്നത് അതിന്റെ വോട്ടിന്റെ പരിമിതിയിൽ വെച്ചോട്ടുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ ടൈപ്പോളജി, ബ്ലോൺസിന്റെ ടൈപ്പോളജിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫറൻസസ് ആണ്. ഡിഫറൻസും സിമിലാരിറ്റിയും. ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസങ്ങൾ, സിമിലാരിറ്റി വെച്ചാൽ ഒരേ മാതിരിയല്ല. എന്തൊക്കെയാണ് കോ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പാർട്ടിയിൽ, മറ്റേ പാർട്ടിയിൽ എന്താണ് ഇല്ലാത്തത്, ഇങ്ങനെയാണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈ ക്ലാസിഫിക്കേഷനിലൂടെ കൂടെ നമ്മൾ പാർട്ടി സിസ്റ്റത്തിന് രണ്ട് പാർട്ടി സിസ്റ്റം, മൾട്ടി പാർട്ടി സിസ്റ്റം, വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയും. അപ്പോ രണ്ട് പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ രണ്ട് പാർട്ടികളും സ്റ്റേബിൾ ആയിരിക്കും, അതേമാതിരി പവർഫുള്ളും ആയിരിക്കും, പക്ഷെ രണ്ടും പെർമനന്റ് അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മെജോറിറ്റി പോപ്പുലർ വോട്ട് കിട്ടുന്ന അനുസരിച്ചും അവരുടെ സീറ്റ് ലെജിസ്ലേച്ചർ കിട്ടുന്ന അനുസരിച്ചായിരിക്കും അവർക്ക് ഗവൺമെന്റ് ഫോർമേഷൻ ചെയ്യാൻ പറ്റുക. ഇതിന്റെ കൂടെ സ്മോളർ പാർട്ടീസിന്റെ സപ്പോർട്ടും ചില സമയത്ത് അവർക്ക് കിട്ടിയെന്ന് വരും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റത്തില് US ടു പാർട്ടി ഉണ്ടെങ്കിൽ കൂടെയും, അതായത് US പാർട്ടി സിസ്റ്റത്തില് ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക് പാർട്ടി രണ്ടാണെങ്കിൽ കൂടെയും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അത് കോൺഗ്രസ് ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. 1856 മുതൽ. ഇനി യുണൈറ്റഡ് കിങ്ഡത്തില് ടു പാർട്ടി സിസ്റ്റം ആണ്, അതായത് കൺസർവേറ്റീവ് പാർട്ടി ആൻഡ് ലേബർ പാർട്ടി. എന്നാലും തേർഡ് ആയിട്ട് ഒരു പാർട്ടി വന്നിട്ടുള്ളത് ലേബർ ഡെമോക്രാറ്റിക്, മൂന്നാമത്തെ പാർട്ടിയായിട്ട് 2015 ഒരു ജനറൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഓസ്ട്രേലിയയിലെ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കുമ്പോൾ അവിടെയും ടു പാർട്ടി സിസ്റ്റമാണ്. ഓസ്ട്രേലിയ ലേബർ പാർട്ടി, സെൻട്രൽ ലെഫ്റ്റ് പാർട്ടി, ഇത് രണ്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ പാർട്ടീസ്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ നമ്മൾ ഇവോൾവ് ചെയ്തു വരുന്നത് എന്തൊക്കെയാ വെച്ചാൽ പല വിധത്തിലുള്ള പാർട്ടീസാണ് മൾട്ടി പാർട്ടി. അതിന്റെ ഫാമിലി ഓരോ പാർട്ടിന്റെയും വലുതായിരിക്കാം ചെറുതായിരിക്കാം, പക്ഷെ എലക്ഷന് വരുമ്പോൾ അവരുടെ പവർ എത്രത്തോളം, അവരുടെ ശക്തി എത്രത്തോളം ഉള്ളത് നമുക്ക് ഡെവലപ്ഡ് കൺട്രിയിലും ഡെവലപ്പിംഗ് കൺട്രിയിലും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിനെ കോമൺ ആയിട്ട് ഗവൺമെന്റ് ക്ലിയർ മെജോറിറ്റി കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവര് കോയിലേഷൻ ഗവൺമെന്റ് കൊണ്ടുവരും. കോയിലേഷൻ ഗവൺമെന്റ് എന്ന് വെച്ചാൽ 2-3 പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു സിസ്റ്റം
പാർട്ടി ഉണ്ടായത് സ്വിറ്റ്സർലൻഡിൽ മൾട്ടി പാർട്ടി സിസ്റ്റം 1959 4 പാർട്ടികൾ ചേർന്നിട്ട് ഒരു കോയലേഷൻ ഗവൺമെന്റ് ഉണ്ടാക്കി. ഓസ്ട്രിയയിലെ മൾട്ടി പാർട്ടി സിസ്റ്റം വെച്ച് 700 രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ പാർട്ടി പബ്ലിക്കായിട്ടും ഓസ്ട്രേലിയൻ പീപ്പിൾ പാർട്ടിയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും കൂടെ ജോയിൻ ചെയ്ത് ഫ്രീഡം പാർട്ടി ഓഫ് ഓസ്ട്രിയ 1980. ഇനി ബെൽജിയത്തിന്റെ ആണെങ്കിൽ ബെൽജിയം സ്റ്റേറ്റിലെ മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്തു. ന്യൂമറസ് പാർട്ടീസ്, ഒരുപാട് പാർട്ടികളുണ്ട്. അതായത് ന്യൂ ഫ്ലമിഷ്, ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക്, ഫ്ലമിഷ്, സോഷ്യലിസ്റ്റ് പാർട്ടി, ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് അവർ കോയലേഷൻ ഗവൺമെന്റ് അവിടെയും ഉണ്ടാക്കി ബെൽജിയത്തിൽ. പിന്നെ ബെൽജിയത്തില് വേറൊരു ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഡച്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള പാർട്ടീസും ഫ്രാങ്കോഫോൺ ഫ്രഞ്ച് സ്പീക്ക് ചെയ്യുന്നവരും ജർമ്മൻ സ്പീക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ ബേസ്ഡ് ഓൺ ലാംഗ്വേജ്. പിന്നെ ന്യൂസിലാൻഡിൽ ഇതേമാതിരി തന്നെ പൊളിറ്റിക്സില് യൂണിക്യാമറൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, അതേമാതിരി ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സും സക്സീഡ് ചെയ്തിട്ടുണ്ട്. 2 പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ന്യൂസിലാൻഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പില് മൾട്ടി പാർട്ടി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ഒരു രാജ്യത്ത് എത്ര പോപ്പുലേഷൻ ഉണ്ടോ അതിന്റെ പ്രപ്പോർഷൻ, അതാണ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുക. അങ്ങനെ ചെറിയ പാർട്ടീസ് വന്നു. ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടെ ന്യൂമറസ്, 2ാം ലോകയുദ്ധത്തില് ഒരുപാട് പാർട്ടീസ് അങ്ങനെ ഫോം ചെയ്യുകയും ഗവൺമെന്റ് കോയലേഷൻ ഗവൺമെന്റ് ഉണ്ടാവുകയും 2018 ജനറൽ ഇലക്ഷൻ വരികയും അങ്ങനെ 2 ഹൗസസ്, ഇറ്റാലിയൻ ഹൗസസ്, 2 ഇറ്റാലിയൻ പാർലമെന്റിൽ സെന്റർ റൈറ്റ് കോയലേഷൻ ഒന്ന്, കമ്പോസ്റ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് ലീഗൽ ഒന്ന്, ഫ്ലോറിയ ഇറ്റാലിയയില് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി ഒന്ന്, മൈനർ അലൈസ് വന്ന്, പിന്നൊന്ന് ദ ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് 5 സ്റ്റാർ മൂവ്മെന്റ്, ഇങ്ങനെ സെൻട്രൽ ലെഫ്റ്റ് കോയലേഷൻ, അതേമാതിരി കമ്പോസ്റ്റ് ആയിട്ടുള്ള ജനാധിപത്യ പാർട്ടി, മൈനർ പാർട്ടീസ്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മൾട്ടി പാർട്ടി ജനാധിപത്യം ഉണ്ട്. നാഷണൽ ലെവലിലും ഉണ്ട്, റീജിയണൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും പാർട്ടീസ് ഉണ്ട്. പബ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ അഭിപ്രായപ്രകാരം 2599 രജിസ്റ്റേർഡ് പാർട്ടീസ് ഉണ്ട്. അതിൽ 8 നാഷണൽ പാർട്ടീസ്, 53 സ്റ്റേറ്റ് പാർട്ടീസ്, ഈ 2538 അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ചെറിയ പാർട്ടികൾ. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഗവൺമെന്റ് ആണ് കോയലേഷൻ ഗവൺമെന്റ്, സ്റ്റേറ്റിലും അതേമാതിരി സെൻട്രലിലും. ഇനി 1 പാർട്ടി സിസ്റ്റത്തിനെ പറ്റി പഠിക്കാം. 1 പാർട്ടി സിസ്റ്റം എന്ന് വെച്ചാൽ ഒറ്റ പാർട്ടിയാണ് ഹോൾഡ് ചെയ്യുക പവർ അല്ലെങ്കിൽ അധികാരം. അതിൽ ലീഡർഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്ന ലീഡർഷിപ്പിന്റെ ആ സിംഗിൾ പാർട്ടി സിസ്റ്റം ആയിരിക്കും വരിക. ആ സിംഗിൾ ലീഡർഷിപ്പില് എത്രത്തോളം ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ലീഡറിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അതേമാതിരി ഏറ്റവും ലെവലില് ലോവസ്റ്റ് സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ ജനാധിപത്യ ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ, അതോറിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഈ ടെറണി വരും, അല്ലെങ്കിൽ പവറിന്റെ 1 പാർട്ടി സിസ്റ്റത്തിന് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനെ പറ്റി നമ്മൾ പരാമർശിക്കുകയാണ്. ആദ്യമായിട്ട് എടുത്തു പറയുന്നത് നോർത്ത് കൊറിയ ഗവൺ ചെയ്യുന്നത് കിം ഡൈനാസ്റ്റിയാണ്. അവരുടെ ഡൈനാസ്റ്റിയാണ് ഫോളോ ചെയ്യുന്നത്. അവർ ഏറ്റവും എറ്റേണൽ ആയിട്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ്. ആ പാർട്ടിയുടെ പേരാണ് വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ. പിന്നെ വരുന്നത് ചൈനയിലെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, അതിനെയാണ് ഡിഫാക്ടോ 1 പാർട്ടി സ്റ്റേറ്റ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, അതിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ലീഗൽ പൊളിറ്റിക്കൽ പാർട്ടി വിയറ്റ്നാമില്, അതിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാം. അതിന്റെ കൺട്രോൾ ചെയ്യുന്ന ഓർഗൻസ് മീഡിയ ആൻഡ് മിലിറ്ററി. വിയറ്റ്നാമീസ് ഫാദർലാൻഡ് ഫ്രണ്ട് പാർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ പവേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വിയറ്റ്നാം ആണ് കൊടുത്തിട്ടുള്ളത്, സുപ്രമസിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഡോമിനന്റ് പാർട്ടി, 4മതായിട്ട് ക്യൂബയില് പാർട്ടി ഹോൾഡിംഗ് ക്യാമ്പയിൻസ് മീറ്റിംഗ് നടന്നു. പക്ഷെ പ്രസിഡന്റ് ഓഫ് ക്യൂബ എലക്ഷൻ ചെയ്തിട്ട് 5ാമത്തെ എല്ലാ 5 വർഷം കൂടുമ്പോൾ അത് എലക്ഷൻ നടത്തി സെയിം സീറ്റിനെ കണ്ടക്ട് ചെയ്ത് പോവാണ്. ഇനി ഡോമിനന്റ് ആയിട്ടുള്ള പാർട്ടി ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഏത് പാർട്ടിയാണോ സെവറൽ ഫാക്ടേഴ്സിൽ, അതായത് അവരുടെ
മാസസ്, ഹിസ്റ്റോറിക്കൽ ലിങ്കേജ്, കരിസ്മാറ്റിക് ലീഡർഷിപ്പ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോൺഗ്രസ്, ഇന്ത്യയിലെ കോൺഗ്രസ് കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യയുടെ 52 മുതൽ 1952 മുതൽ 67 വരെ ഒരു പ്രീ ഡോമിനന്റ് പാർട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഭാരതീയ ജനതാ പാർട്ടി പവറിലേക്ക് വരികയും സെൻട്രലിൽ പവർ വരികയും മെയ് 2014 ഇപ്പോഴും അവർ ഡോമിനന്റ് ആയിട്ട് പല സ്റ്റേറ്റ്സിലും അവരുടെ പാർട്ടികൾ ഡോമിനന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൽ എവല്യൂഷണറി സിസ്റ്റം എന്താ, പാർട്ടിയിൽ മാറി വരുന്ന എവല്യൂഷൻ വ്യത്യാസങ്ങൾ എന്താണ്? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഫൈറ്റിംഗ് എഫക്റ്റീവ് ക്യാമ്പയിൻ ആണ് വരുന്നത്. എല്ലാ പാർട്ടികളും തമ്മിൽ ഒരു ഫൈറ്റിംഗ് വരുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രഭുക്കന്മാര്, നോബിൾസ്, അരിസ്റ്റോക്രാറ്റ്സ് ഒക്കെ ഗവൺമെന്റിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് വരുന്നു. അതേമാതിരി തന്നെ നാഷണലിസം, ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്കയിൽ 20ാം നൂറ്റാണ്ടിൽ നമ്മളുടെ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ളത് സ്പ്രെഡ് ആവുകയും അതിന്റെ കൂടെ തന്നെ അവരുടെ മാസ്സായിട്ടുള്ള പാർട്ടീസും മാസ്സായിട്ടുള്ള മെമ്പർഷിപ്പും മാസ്സായിട്ടുള്ള ഇവരുടെ അതായത് അവർക്ക് കിട്ടാൻ പറ്റുന്ന പാർട്ടീസിലേക്ക് അവർ ജോയിൻ ചെയ്തും ഹൈറാർക്കിയൽ ഫോമിൽ ഈ ഓർഗനൈസേഷൻ പാർലമെന്റ് ഉണ്ടാക്കി അതിനെപ്പറ്റി റെപ്രസെന്റേഷൻ കൊടുക്കാനുള്ള ഉദ്ദേശങ്ങൾ. പിന്നെ 20ാം നൂറ്റാണ്ടിലെ നടുഭാഗത്ത് വെസ്റ്റേൺ ഡെമോക്രസിയില് നമ്മൾ നോക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള പാർട്ടികൾ, സെഗ്മെന്റ്, എത്രത്തോളം ആൾക്കാരുടെ പോപ്പുലേഷൻ ഉണ്ട് അതിന്റെ ബേസിസിലാണ് വരുന്നത്. അരിസ്റ്റോക്രാറ്റിക് അപ്പർ ക്ലാസ്, അതായത് പ്രഭുക്കന്മാര്, പിന്നെ വെൽത്ത് ഉള്ള മെമ്പേഴ്സ്, ബിസിനസ് ക്ലാസ് എത്രയുണ്ട്, വർക്കിംഗ് ക്ലാസ് എത്രയുണ്ട്, ഇവരുടെ വോട്ട് എത്രയുണ്ടാവും, ഇവരുടെ നാട്ടിലും അർബനിലും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സില്, അതേമാതിരി തന്നെ അഗ്രേറിയൻ പാർട്ടീസില് അവര് അഗ്രേറിയൻ പാർട്ടി, അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള പാർട്ടിയാണ് അഗ്രേറിയൻ പാർട്ടി. അവര് പ്രൊമോട്ട് ചെയ്യുന്നത് മുഴുവനും കർഷകരുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സോഷ്യൽ ക്ലാസ്സില്, ഒരു സൊസൈറ്റിയില് ഈ ഡെഫിനിഷൻ മാറി മാറി വരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം ആവുമ്പോഴത്തേക്കും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വരികയും ഓരോരുത്തർക്കും മാസീവ് ആയിട്ടുള്ള ലൈഫ് വരും. പ്രോപ്പർട്ടി, സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഭയങ്കരമായിട്ടുള്ള വിഭജനം വരുന്നുണ്ട്, സോഷ്യലില് വിഭജനം വരുന്നുണ്ട്. ഇതിന് കമ്പൽഷൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് റെയിൻബോ കോയിലേഷൻസ് എന്ന് പറയാം. കാച്ചപ്പ് ചെയ്യുന്ന എല്ലാവരെയും അവര് കൊണ്ടുവരികയും അവർക്ക് പറ്റുന്ന വിധത്തിൽ സോഷ്യലായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള ജനാധിപത്യവും ക്രിസ്ത്യൻ ഡെമോക്രസിയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ എത്നിക് ഗ്രൂപ്പ് സോഷ്യലായിട്ട് ക്ലാസസില് വിഭജനത്തിന് എത്നിക് ഗ്രൂപ്പ് ഓരോ മതപരമായിട്ടും ഗ്രൂപ്പായിട്ടും സെഗ്മെന്റ്, പോപ്പുലേഷൻ സെഗ്മെന്റ് അനുസരിച്ച് അതിൽ കമ്മിറ്റ് ചെയ്ത് സ്പെസിഫൈഡ് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് പ്രിൻസിപ്പളാക്കി അതിനെ ഔട്ട്സൈഡ് ആക്കി എത്രത്തോളം ക്യാച്ച് എല്ലാ പാർട്ടീസിനെയും പിടിച്ചിട്ട് അവരെ പ്രിൻസിപ്പളുടെ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എല്ലാ കോൺഫ്ലിക്റ്റും എല്ലാ പാർട്ടികളും. ഇപ്പൊ ഇങ്ങനെ പോപ്പുലർ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ യൂറോപ്പില് അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അഡ്വാൻസ് ഇൻട്രസ്റ്റ് വരുന്നത് മുഴുവനും മതപരമായ കാര്യങ്ങൾ, പിന്നെ എൻവിറോൺമെന്റ്, രാജ്യത്തിലുള്ള എൻവിറോൺമെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, ടെക്നോളജികൾ ഉപയോഗിക്കുക, ഓർഗനൈസേഷൻ ചാലഞ്ചസ് കൊടുക്കുക, സോഷ്യൽ മീഡിയ വഴിയും ഈ പാർട്ടീസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ പിന്നെ സെക്കൻഡായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും പാർട്ടീസ് അവരുടെ കോമ്പറ്റീഷൻ, മാസ്, കോമ്പറ്റേറ്റീവ് ക്യാരക്ടർ, സെൻട്രൽ ഇതൊക്കെ കുറയുകയാണെങ്കിൽ അവർ കൊളാബറേറ്റ് ചെയ്യാൻ നിൽക്കും. കൊളാബറേറ്റ് ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളുടെ റിസോഴ്സസ് കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് പാർട്ടികൾ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ പാർട്ടി മെഷീനറി, ഗവൺമെന്റിന്റെ ഒരു മെഷീനറിയാണ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടി പോളിസിയും ഓർഗനൈസേഷൻ സ്കില്ലും പ്രൊഫഷണൽ മാറ്ററും ടെക്നിക്കൽ നോളജും ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ടാണ് ഈ പാർട്ടിയിൽ അവർ കൊണ്ടാക്കി വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഇപ്പോഴത്തെ പ്രസന്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി
വലുതായിട്ട് പ്രൊഫഷണൽസിൽ യൂസ് ചെയ്ത് പബ്ലിക് ഇമേജ് ഉണ്ടാക്കുന്നത്. ഈ പബ്ലിക് ഇമേജ് വഴി ഹൈ ആയിട്ട് സെൻട്രലൈസ് ചെയ്തിട്ടുള്ള, ഹൈ ആയിട്ട് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉള്ള എലക്ഷൻ ക്യാമ്പയിൻസ് നടക്കുന്നു. ആ എലക്ഷൻ ക്യാമ്പയിൻസ് വഴി അവർക്ക് പോളിംഗിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാൻ പറ്റും, ഫോക്കസ് അറിയാൻ പറ്റും. സ്പിൻ ഡോക്ടേഴ്സിനെ പറ്റിയും അതേമാതിരി പബ്ലിക് റിലേഷൻ വഴിയും ഇൻക്ലൂഡിങ് മാസ് മീഡിയ, സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ പൊളിറ്റിക്സിൽ ഇൻവോൾവ്മെന്റ് വരികയും അവരിൽ വോട്ട് പിടിക്കാനുള്ള ഒരു സാഹചര്യം വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പരമാർത്ഥമായിട്ട് അപ്പോൾ ലൈവായിട്ടാണ് വിട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. എല്ലാവർക്കും ടീച്ചേഴ്സ് ഡേന്റെ അഭിവാദ്യങ്ങളും അല്ലെങ്കിൽ വിഷസും ഞാൻ പറയുന്നു. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഡൽഹിയിലുള്ളവർക്കും ഓൾ ഇന്ത്യ ലെവലിൽ ഇന്നത്തെ പരമ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ്. താങ്ക് യു വെരി മച്ച്.